ഒരു നാശനഷ്ടം പ്രാഥമികമായിട്ട് നമ്മളൊരു എന്തായാലും നമുക്കൊരു 2 കോടി ഉറുപ്പിന് മേലെ എന്തായാലും കാണും. അതിനിപ്പോൾ ഈ ജീവനക്കാർ ജീവനക്കാരെ വളരെയധികം എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഈ പ്രയാസപ്പെടുന്നത് ഈ ജീവനക്കാരെ നമ്മളെങ്ങനെ എനിക്ക് കൊണ്ടുപോകുന്നുള്ളത്. എന്നിട്ട് അവർ നമ്മളെ കൊണ്ട് ജീവിക്കുന്ന അവർക്ക് കുടുംബക്കാർക്കുള്ള സന്തോഷം ഇതെല്ലാം കാണുമ്പോൾ പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരെ അവരവരെ കൈവനിച്ച് നമ്മളടുത്ത് വന്ന് പണിയെടുക്കുന്നു ഇതാക്കുന്നു ചെയ്യുന്നു. കോടികളുടെ നാശനഷ്ടമുണ്ടായ തളിപ്പറമ്പ് തീപിടുത്തത്തിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടായിരിക്കുന്ന ഒരു കട ഷാലിമാർ സ്റ്റോഴ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. വർഷങ്ങൾക്ക് മുൻപേയുള്ള സ്ഥാപനം. ആ സ്ഥാപനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏകദേശം 40-40ഓളം ജീവനക്കാർ തൊഴിലെടുക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ ഒരു പകുതിയോളം ആൾക്കാർ ഭിന്നശേഷിക്കാരാണ്. അവരുടെ കഴിവുകൾ വികസിപ്പിച്ച് അവരുടേതായ മേഖലയിൽ തൊഴിലെടുക്കുന്ന തരത്തിലേക്കാണ് ഇവരുടെ ഒരു പ്രവർത്തനം ഉള്ളത്. അതിപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഉടമകളായിട്ടുള്ള സഹോദരങ്ങൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ദുരന്തമാണ് ഇന്നലെ ഉണ്ടായത്. അതിനകത്ത് ഏറ്റവും നമുക്കൊരു കണ്ണ് അലിയിപ്പിക്കുന്നൊരു വിഷയമാണ് നിങ്ങളുടെ കാര്യം. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ബുദ്ധിമുട്ട് നഷ്ടം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്, എന്താ ഇതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഈ നമ്മളെ നഷ്ടത്തിന്റെ ഒപ്പം തന്നെയാണ് ഈ തൊഴിലാളികളുടെ കാര്യം തന്നെയാണ്. പിന്നെ ഫയർഫോഴ്സ് ജീവനക്കാരല്ല, അവരെ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് ആ വന്ന വണ്ടികൾ പവറില്ലാത്ത വണ്ടി ഇതെല്ലാം വന്നുകൊണ്ടാണ് ഇത്രയും ഇത് സ്പീഡായി കത്താൻ കാരണം. ജീവനക്കാരെ കുറ്റപ്പെടുത്തുന്നില്ല, ഡിപ്പാർട്ട്മെന്റ് സംവിധാനങ്ങളുടെ അത് ആ വന്ന വണ്ടി അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞിട്ടാണ് വന്നത്. ആ വന്നത് തന്നെ അങ്ങനെ പവർ കുറഞ്ഞ വണ്ടി വന്ന് ഇതായിട്ടുള്ളതാണ്. ജീവനക്കാർ അത്രയും ആ ജീവനക്കാർ നമുക്ക് മറക്കാൻ പറ്റില്ല. അത്ര അവർ ഇന്ന് രാവിലെ വരെ പരിശ്രമിക്കുന്നു. നമ്മളെ ഒരു നാശനഷ്ടം പ്രാഥമികമായിട്ട് നമ്മളൊരു എന്തായാലും നമുക്കൊരു 2 കോടി ഉറുപ്പിന് മേലെ എന്തായാലും കാണും. അതിനിപ്പോൾ ഈ ജീവനക്കാരെ വളരെയധികം എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഈ പ്രയാസപ്പെടുന്നത് ഈ ജീവനക്കാരെ നമ്മളെങ്ങനെ എനിക്ക് കൊണ്ടുപോകുന്നുള്ളത്. എന്നിട്ട് അവർ നമ്മളെ കൊണ്ട് ജീവിക്കുന്ന അവർക്ക് കുടുംബക്കാർക്കുള്ള സന്തോഷം ഇതെല്ലാം കാണുമ്പോൾ പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരെ അവരവരെ കൈവനിച്ച് നമ്മളടുത്ത് വന്ന് പണിയെടുക്കുന്നു ഇതാക്കുന്നു ചെയ്യുന്നു. ഈ ഹൗസ് ഹോൾഡ് സാധനങ്ങളായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ടത്. മുഴുവൻ ഉപയോഗശൂന്യമായി വിൽക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ്. പിന്നെ കണ്ണൂർ ജില്ലയിലെ ഒരു നമ്പർ 1 സർവീസ് സെൻ്ററാണ് ഞങ്ങളത്. അതായത് കുക്കർ, മിക്സി, ഗ്യാസ് സ്റ്റോവ് ഇതെല്ലാം സർവീസ് ചെയ്യുന്നത്. അതിൽ 8 പേർ വർക്ക് ചെയ്യുന്നുണ്ട്. അതും ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതിൽ ഒരുപാട് എക്യുപ്മെൻസുകളുണ്ട്, മിഷനറികളുണ്ട്, അതെല്ലാം കംപ്ലൈൻറ്റ് നശിച്ചിട്ടുണ്ട്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ്. ഇതുവരെ നമ്മളൊരു വ്യാപാര ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പം എങ്ങനെയാ, മനസ്സ് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലേ? അവസ്ഥയിലുള്ളത് ഉണ്ടായ നഷ്ടങ്ങൾ നികത്താൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുന്നു. അതായത് ഇവര് നഷ്ടങ്ങൾ ആ പറയുന്നത് സാമ്പത്തിക നഷ്ടം ഒരു ഭാഗത്തുണ്ട്. അത് വലിയ തരത്തിൽ പറഞ്ഞതുപോലെ 2 കോടിയുടെ മുകളിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് മൂപ്പര് തന്നെ ഒരു പ്രാഥമികമായി പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന 40-40ഓളം തൊഴിലാളികൾ, അവർ ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ ഉള്ളവരുണ്ട്. അവരേത് തരത്തിൽ പുനരധിവസിപ്പിക്കുമെന്നുള്ള കാര്യത്തിനകത്തൊന്നും ഒരു ധാരണയില്ല. ഫയർഫോഴ്സിന്റെ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ കഠിനമായി അധ്വാനിച്ചു. പക്ഷെ അതിനകത്ത് ഈ സാങ്കേതിക സംവിധാനങ്ങളിലുള്ള ആ ഒരു കുറവ്, അതിൻ്റെ ഒരു മേന്മക്കുറവും അതുപോലെ തന്നെ അതിന് പുതിയ സാങ്കേതിക സംവിധാനങ്ങളിലേക്ക് മാറാത്തതിൻ്റെ ഒക്കെ ഒരു അപര്യാപ്തതയാണ് ഇവർ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. തളിപ്പറമ്പിൽ നിന്ന് ക്യാമറാമാൻ ഷിജിത്തിനൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1.